ധന്യ, ഒരു രാജ്യത്ത് നിന്ന് 37,000 പേരാണ് പലായനം ചെയ്യുന്നത്. ഒരു വലിയ കണക്കാ. സ്ത്രീകളൊക്കെ ഒരുപാട് ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നാണോ അത്? അല്ല, നമ്മൾ വിചാരിക്കും ഇന്ത്യയിലായിരിക്കുമെന്ന്. പക്ഷെ ഇന്ത്യയിൽ അത്തരം കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം CAA ഒക്കെ വന്നപ്പോൾ ഇവിടെ നടത്തിയ മുഖ്യമന്ത്രി പ്രമേയം വരെ അവതരിപ്പിച്ച നാടാണ് നമ്മുടേത്. അതെ. അപ്പോ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ എവിടെ നിന്ന് ആര് നുഴഞ്ഞു കയറി വന്നാലും അവരെ ഒന്നും പുറത്താക്കാനോ ഇത്തരം പൗരത്വം പിന്നെ എന്താ പറയുക ഇല്ലാതാക്കാനോ ഒന്നും ഇവിടെ കഴിയില്ല. ഇരട്ട പൗരത്വമുള്ള ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം തന്നെ ഇരട്ട പൗരത്വമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എത്ര നാളായി കോടതിയിൽ ആ കേസ് നടക്കുന്നു. അങ്ങനെ വ്യക്തമായ ഒരു തീരുമാനം വന്നിട്ടില്ല. അപ്പൊ ഇതിനെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഈ പറയുന്ന രാജ്യത്ത് ഒറ്റ രാത്രി കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ പൗരത്വമാണ് റദ്ദാക്കിയത്. ഇന്ത്യയിൽ അത് സ്വപ്നം പോലെ നമുക്ക് കാണാൻ കഴിയില്ല. ഇത്തരം പൗരത്വങ്ങൾ റദ്ദാക്കുന്നതിലൂടെ ആ രാജ്യത്തിന്റെ കൂടി ഒരു സമാധാനത്തെയും അക്രമ ഇല്ലായ്മയും ഒക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു രാജ്യം ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അത്തരത്തിൽ കാര്യങ്ങൾ നടന്നാൽ രാവിലെ പ്ലക്കാർഡുകളും പിടിച്ചുകൊണ്ട് പൗരത്വം റദ്ദാക്കിയവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വഴിയിലുടനീളം സഞ്ചാരം കാണും, ഇല്ലെങ്കിൽ അന്തിചർച്ചകൾ കാണും, പിന്നെ ഘോര പ്രസംഗങ്ങൾ കാണും. ഇതൊന്നും പിന്നെ ഈ മറ്റു രാജ്യങ്ങളിൽ ഇതൊന്നും നടക്കില്ല. അവിടെ എന്താണോ സർക്കാർ പറയുന്നത് തന്നെയാണ് അവിടുത്തെ അന്തിമ തീരുമാനം, അന്തിമ വാക്കെന്ന് പറയുന്നത്. ഇതിപ്പോ GCCയിലെ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്താണ് ഇത്തരത്തിലൊരു ആയിരക്കണക്കിന് ആളുകളുടെ പൗരത്വം ഒറ്റ രാത്രി കൊണ്ട് അവിടുത്തെ സർക്കാർ റദ്ദാക്കിയത്. ഇവർ അറിയുന്നത് തന്നെ ബാങ്കുകളിൽ പോയപ്പോഴാണ് പലരും അറിയുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് പൗരത്വം റദ്ദാക്കി, അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്ന് ഇവർ മനസ്സിലാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളോട് ചോദിക്കുക പോലും ചെയ്യാതെ, നമുക്കൊരു മുന്നറിയിപ്പ് പോലും നൽകാതെ നമ്മുടെ പൗരത്വം റദ്ദാക്കി. പിന്നെ നമ്മൾ അറിയുന്നത് ബാങ്കുകളിൽ പോകുമ്പോഴാണ്. എല്ലാ സൗകര്യങ്ങളും, സർക്കാർ ആനുകൂല്യങ്ങൾ ഇനി ലഭിക്കില്ല. എല്ലാ സർക്കാർ സൗകര്യങ്ങളും ഇവർക്ക് കിട്ടിയിരുന്ന എല്ലാ സർക്കാർ സൗകര്യങ്ങളും ഇവർ നിർത്തലാക്കി. അപ്പോൾ ഒരു പൗരത്വം റദ്ദാക്കി, ഇനി ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ നാട് വിട്ടോ എന്നുള്ളതാണ്. ഈ പൗരത്വമില്ല, നിങ്ങൾക്ക് നിൽക്കാം, ഇനി ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല, പക്ഷെ പൗരത്വം റദ്ദാക്കി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പൗരത്വം പോയിരിക്കുന്നത് സ്ത്രീകൾക്കാണ്. അതായത് കുവൈറ്റ് പറയുന്നത് രക്തബന്ധമില്ലാത്ത ആളുകൾ ഇനി ഇവിടെ നിൽക്കണ്ട, രക്തബന്ധത്തിലൂടെയുള്ള പൗരത്വമേ ഇനി അംഗീകരിക്കുന്നുള്ളൂ, അല്ലാത്ത പൗരത്വങ്ങളൊന്നും ഇനി അംഗീകരിക്കുന്നില്ല. അതായത് കുവൈറ്റിലെ ആണുങ്ങൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകൾക്കും കൂടി അവിടെ പൗരത്വം കിട്ടുമായിരുന്നു. ഇനി അത്തരത്തിലുള്ള പൗരത്വം നൽകില്ല എന്നാണ് കുവൈറ്റ് കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പിന്നെ വിവാഹശേഷമുള്ള പൗരത്വങ്ങളെല്ലാം സർക്കാർ റദ്ദാക്കും. പിന്നെ കുവൈറ്റിലെ പുരുഷന്മാർ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകൾക്ക് ഇനി പൗരത്വം നൽകില്ല, രക്തബന്ധമുള്ളവർക്ക് മാത്രമേ അവർ ഇനി പൗരത്വം നൽകുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഈ GCC കൺട്രീസിലൊക്കെ ജോലിക്ക് പോകുന്നവർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടുത്തെ ജോലിയൊന്നും സ്ഥിരമല്ല, യൂറോപ്യൻ നാടുകളെ പോലെയൊന്നും അല്ല അവിടെ. കാരണം അവിടെ രാജഭരണം പോലെയാണ് അവിടെ കാര്യങ്ങളൊക്കെ. ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അവർ മാറ്റം വരുത്തത്തില്ല. അപ്പൊ ഒരു രാത്രി കൊണ്ട് അവർ പറയാണ്, നാളെ രാവിലെ മുതൽ ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ മാത്രം മതി, പുറത്തു നിന്ന് വന്നവരെല്ലാം തിരിച്ചു പൊക്കോളൂ എന്ന് പറയില്ല. അങ്ങനെ പറയില്ല, കാരണം അവരുടെ സാമ്പത്തികത്തെ അത് വലിയ രീതിയിൽ ബാധിക്കും. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു നിലപാട് അവർ സൗദിയിലാണെങ്കിൽ പോലും ഇപ്പൊ നോമ്പ് സമയത്തൊന്നും മറ്റ് ജാതിയിൽപ്പെട്ടവർക്ക് പകൽ കഴിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പോകുന്ന നേഴ്സുമാർക്ക് ഹിന്ദുക്കളാണെങ്കിലും പർദ്ദ ധരിക്കണം, അങ്ങനെയുള്ള നിയമങ്ങളിലൊന്നും അവർ മാറ്റം വരുത്തില്ല. ഇപ്പൊ സൗദിയിൽ കുറെ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയൊരു രാജാവ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പൊ പിന്നെ സൗദിയിൽ ട്രംപ് എത്തിയപ്പോൾ പോലും ബുർഖ എന്ന് ധരിക്കാതെ സ്ത്രീകൾ ട്രംപിനൊപ്പം നിൽക്കുന്ന വീഡിയോ ഒക്കെ വലിയ വൈറലായിരുന്നു. അവരിപ്പോ ആ കാര്യത്തിലൊക്കെ ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പിള്ളേര് സ്റ്റേജിൽ കയറി അവർ ആരോട് ചോദിച്ചോണ്ട് കയറി, നീ നിനക്ക് ഇതിനൊക്കെ ഉള്ള ധൈര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഇപ്പോഴും ഇല്ലാത്തമാരൊക്കെ വ്ളോഗ് ചെയ്യാൻ പാടില്ല, പിന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വീടിന്റെ അകത്ത് തന്നെ ഇരിക്കണം. ഒരു സ്ത്രീ പിന്നെ കുളു മണാലിയുടെ മക്കളോടൊപ്പം സന്ദർശിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മുല്ലാക്ക അവരെ വാരി വലിച്ചിട്ട് ഒട്ടിക്കുന്നത് കണ്ടു. പിന്നെ ഭർത്താവ് മരിച്ച മൂലയ്ക്ക് ഒതുങ്ങി മക്കളെയും നോക്കിയിരിക്കണം, പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല. ഇവിടെ കേരളത്തിലാണ് കൂടുതലും എന്ന് തോന്നുന്നു. ഈ കേരളത്തിന് പുറത്ത് എനിക്ക് അത്ര ഇതിനെക്കുറിച്ച് അറിവില്ല. കേരളത്തിൽ ഇപ്പോഴും പല പിന്നെ ഈ ഇത്തരം സമുദായങ്ങളിലെ വീടുകളിലെ സ്ത്രീകൾക്ക് അടുക്കളയിൽ നിന്നും റൂമിലേക്ക്, റൂമിൽ നിന്ന് അടുക്കളയിലേക്ക്, ഇത് മാത്രമാണ് അവരുടെ ഇത്. അരങ്ങത്തേക്ക് ഇപ്പോഴും വരാനുള്ള അനുവാദം അവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൗദിയൊക്കെ കുറെ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഈ സർക്കാർ ഉദ്യോഗ തലങ്ങളിലൊക്കെ സ്ത്രീകളെ അവർ ജോലിക്ക് എടുക്കാൻ തുടങ്ങി. കമ്പനികളിലൊക്കെ പിന്നെ ഏതെങ്കിലും ഒരു സ്ത്രീ അവിടെ ഉന്നത തലങ്ങളിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടാകണം എന്നവർ നിയമമൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ വലിയ മാറ്റങ്ങളിലേക്ക് സൗദി ഇപ്പൊ പോകുന്നുണ്ട്.
പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് പഠിക്കാം, സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാം, അങ്ങനെ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരിക്കലും മാറാത്തത് കേരളത്തിലാണ്. കാരണം അവരിപ്പോഴും സ്വർഗത്തിൽ പോയിട്ട് വന്നിട്ടില്ല, അവിടെ തന്നെ നിൽക്കുകയാണ് അവരിപ്പോഴും. അതുകൊണ്ട് അതൊന്നും മാറാനൊന്നും പോകുന്നൊന്നുമില്ല. ഇവിടെ ഇവർ പറയുന്നത് ഓഗസ്റ്റ് മുതൽ 26,000 സ്ത്രീകളുടെ പൗരത്വമാണ് ഇവർ റദ്ദാക്കിയത്. അതായത് 5 ലക്ഷം ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ 2/3 ആളുകളുടെ പൗരത്വം റദ്ദാക്കി എന്നാണ്, 2/3 ആളുകളുടെ പൗരത്വം റദ്ദാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി രക്തബന്ധമുള്ളവർ മാത്രം മതി കുവൈറ്റിൽ, അല്ലാത്തവർക്ക് പൗരത്വം വേണ്ട. ഇരട്ട പൗരത്വം ഉള്ളവരുടെ വരെ പൗരത്വം റദ്ദാക്കിക്കൊണ്ടുള്ള നിലപാടാണ് സൗദി സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ പാട്ടുകാരുണ്ട്. ഈ ജോർദാനിയയിൽ നിന്ന് വന്ന ഒരു ലാമ എന്ന് പറയുന്ന ഒരാള് രാവിലെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് അതിന് പൈസ അടയ്ക്കാൻ നോക്കിയപ്പോൾ അത് പറ്റുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പൗരത്വം റദ്ദാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിക്കില്ല, പിന്നെ സർക്കാർ ആനുകൂല്യങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടില്ല. എന്തൊക്കെ ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അതെല്ലാം അവസാനിപ്പിച്ചു. പിന്നെ ജോലികളിൽ പൗരത്വം ഇല്ല. ഇനി ജോലി ചെയ്യണമെങ്കിൽ അവിടെ സാധാരണ ജോലിക്ക് വന്നിട്ട് തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ പൗരത്വം എടുത്താൽ അവിടെ നമുക്ക് അങ്ങനെയില്ലേ, വസ്തുക്കളൊക്കെ വാങ്ങി നമുക്ക് അവിടെ തന്നെ ജീവിക്കാം, സ്ഥിര താമസമൊക്കെ ഉണ്ടാവുമല്ലോ പൗരത്വം ഉള്ളപ്പോൾ. നമ്മളപ്പോ ഇന്ത്യൻ പൗരത്വം ഉള്ളവരല്ലേ നമുക്ക്. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കാം, നമ്മളെ ആരും ഇറക്കി വിടില്ല, നമുക്ക് പൗരത്വം ഉള്ളത് കൊണ്ട്. ഇവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇനി അങ്ങനെയല്ല, ഇനി ഇവര് പോവാൻ പറഞ്ഞാൽ ഇവര് പൊക്കോളണം എന്നുള്ളതാണ് കുവൈറ്റ് എടുത്തിരിക്കുന്ന നിയമം എന്ന് പറയുന്നത്. ഒരു പരിധിവരെ നോക്കുമ്പോൾ അത് നല്ല കാര്യമായി നമുക്ക് തോന്നാം. കുറെ ആളുകൾ വെറുതെ വന്ന് ഇങ്ങനെ കിടക്കുന്നു. ഈ പൗരത്വത്തിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട്. വിവാഹം കഴിച്ചു കഴിയുമ്പോൾ പൗരത്വം കിട്ടും. പിന്നീട് ഇവർ വേർപെട്ട് പോയി ഇതൊന്നും നമുക്കറിയില്ലല്ലോ, പക്ഷെ പൗരത്വം അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ അതിനൊക്കെ ഒരു വലിയ മാറ്റം കുവൈറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ സൗദി മാറിയതുപോലെ മാറാൻ കുവൈറ്റും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് കുറെ മാറ്റങ്ങളിലേക്ക് വരാൻ. നമ്മളൊന്നും ഒരിക്കലും സൗദിയും ഇപ്പൊ പിന്നെ ഈ കുവൈറ്റും ഒന്നും ഒരിക്കലും മാറുമെന്ന് വിചാരിച്ച രാജ്യങ്ങളല്ല. UAE ഒക്കെ പിന്നെയും കുറെ മാറ്റങ്ങളുടെ പാതയിലേക്ക് അവർ വന്നു. പക്ഷെ അപ്പൊ പോലും സൗദിയും കുവൈറ്റും ഒന്നും ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചിരുന്ന രാജ്യങ്ങളാണ്. അവരൊക്കെ ഒരുപാട് മാറിപ്പോയി. പിന്നെ എന്താ പറയുക, ഇവിടെ ഈ കേരളത്തിലിരുന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലിരുന്ന് പ്രധാനമന്ത്രിയെ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ തെറിവിളിക്കാം, പിന്നെ ഭീകരർക്ക് അനുകൂലമായി പോസ്റ്റ് ഇടാം, അവർക്കൊപ്പം നിൽക്കാം, ഇതൊന്നും ആരും ചോദ്യം ചെയ്യില്ല. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചാലും 5 ദിവസം കഴിയുമ്പോൾ അവനൊക്കെ പുറത്തിറങ്ങിയില്ല ശരി നടക്കും. പക്ഷെ ഈ രാജ്യങ്ങൾക്ക് പരസ്യമായി അവന്റെയൊക്കെ തല വെട്ടും. അത്തരം നിയമങ്ങളൊക്കെ കർശനമാണ് അവിടെ. നിയമം കൊച്ചുകുട്ടികളെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിചാരണയൊന്നുമില്ല, വധശിക്ഷ ഉടനടി നടപ്പിലാക്കും. ഇപ്പോ നമ്മുടെ നിമിഷപ്രിയൊക്കെ അത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. അപ്പൊ ചില നിയമങ്ങൾ നല്ലതാണെന്ന് തോന്നും, പക്ഷെ ചിലത് കുറച്ച് കൂടിപ്പോയില്ലേ എന്ന് നമുക്ക് തോന്നും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.